SSLC പബ്ലിക് എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റേഡിയോ പോഡ്കാസ്റ്റ്. എന്തുകൊണ്ട്? ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ജംഷാദ്. കാരണം ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റ് എന്താണെന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോവാണ്. മാത്രമല്ല ഒരു വൈൽഡ് ഗസ് നടത്താണ്. ഇനി വരുന്ന പബ്ലിക് എക്സാമിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറയുന്ന പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി തരുന്നതായിരിക്കും. കാരണം ഈ കഴിഞ്ഞ നമ്മുടെ മോഡൽ എക്സാമിന് നമുക്ക് പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റ് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല SCRTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരുന്നു. അതിൽ നമ്മൾ ഈ പറയുന്ന റേഡിയോ പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ കാണുകയും ചെയ്തിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഇനി വരുന്ന ആനുവൽ എക്സാമിൽ പോഡ്കാസ്റ്റിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് നമ്മൾ റേഡിയോ പോഡ്കാസ്റ്റ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഒരു സ്പിൽമാന് നമ്മുടെ ഇവിടേക്ക് വരികയാണ്, പോളിഷ് റേഡിയോയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. എന്നിട്ട് അവർ നടത്തുന്ന ആ ഒരു പോഡ്കാസ്റ്റ് ആണ് നമുക്ക് എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ SSLC എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആ ഒരു ക്വസ്റ്റ്യൻ 7 മാർക്കിനാണ്. ആ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സെറ്റാക്കാം, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം. അതിനെക്കുറിച്ച് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിലൊരു ഗ്രീറ്റിംഗ് അല്ലെങ്കിൽ അതൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. വെൽക്കം ലിസണേഴ്സ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് ദ ടോപ്പിക്. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പേളിമാണിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ പോലെ ഒരു ഷോ ഒക്കെ ഉണ്ടല്ലോ, അതിൽ തന്നെ പറയാറുണ്ടല്ലോ, അവൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് അവരെ ആ ഒരു ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നതും ആരാണ് ഈ ഒരു ഷോ നടത്തുന്നതും ആ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയാറുണ്ട്. അതുപോലെ ജസ്റ്റ് അതൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഹുക്ക് കൊടുക്കാം. അതായത് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമുക്കൊരു ഹുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ബോഡി പാർട്ടിൽ നമ്മുടെ സ്റ്റോറി എന്താണ്, മെയിൻ കോണ്ടന്റ് സിമ്പിൾ വേയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ സ്റ്റൈലായിരിക്കും. ആക്ച്വലി ഇതൊരു പോഡ്കാസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കോൺവെർസേഷൻ സ്റ്റൈലായിരിക്കും, അല്ലാതെ ഒരു ചോദ്യം ഉത്തരം പരിപാടീസ് അല്ല. ആൻഡ് ഇതിൽ മെസ്സേജ് അവസാനം ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ അവസാനത്തിലേക്ക് നമുക്ക് ആ ഒരു മെസ്സേജ് ഈ ഒരു പോഡ്കാസ്റ്റിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ജനങ്ങൾ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ പോലെ ആർക്ക് പറയാൻ പറ്റണം, ഈ പറയുന്ന ഹോസ്റ്റിന് പറയാൻ പറ്റണം. ആൻഡ് ക്ലോസിങ്ങിൽ ഇതുവരെ കേട്ടിരുന്ന ആ ഒരു ലിസണേഴ്സ് നമ്മുടെ ഓഡിയൻസിന് താങ്ക് യു കൊടുക്കുക, സൈനിങ് ഓഫ് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, റേഡിയോ പോഡ്കാസ്റ്റിൻ്റെ സ്ക്രിപ്റ്റാണ്, വളരെ ചുരുക്കത്തിലുള്ള ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതണം നമ്മുടെ എക്സാമിലേക്ക് വരുന്ന സമയത്ത്. ഹോസ്റ്റ് പറയുകയാണ്, ഗുഡ് മോർണിംഗ് ലിസണേഴ്സ്, വെൽക്കം ടു ഇൻസ്പയറിംഗ് ലൈഫ്സ്, ദ പോഡ്കാസ്റ്റ് ദാറ്റ് ഷെയർ സ്റ്റോറീസ് ഓഫ് കറേജ് ആൻഡ് ഹോപ്പ്. അല്ലേ, കറേജ് ആൻഡ് ഹോപ്പ് പറയുന്ന ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ടുഡേ വി ഹാവ് എ വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള പിയാനിസ്റ്റ് ആണ്, വാദിസ് സ്പിൽമാൻ ആണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇനി ഹോസ്റ്റ് ഒന്നുകൂടി എന്താണ് ഒരു ഹുക്ക് പോലെ പറയുകയാണ്, മിസ്റ്റർ സ്പിൽമാൻ, ആഫ്റ്റർ ദ വാർ യു റിട്ടേൺ ടു പോളിഷ് റേഡിയോ, ഹൗ ഡിഡ് യു ഫീൽ വെൻ യു പ്ലേഡ് ദ പിയാനോ അഗെയിൻ? രണ്ടാമതും പിയാനോ പ്ലേ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഫീൽ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇറ്റ്സ് ആക്ച്വലി എ ഹുക്കാണ് അല്ലേ. അപ്പോൾ വാറ് കഴിഞ്ഞൊക്കെ വരുന്ന ഒരാളാണ്, വീണ്ടും പിയാനോ വായിക്കുന്നു, ആ ഒരു ഹുക്ക് അവിടെ കൊടുക്കാം. ഇനി അത് സ്പിൽമാൻ്റെ മറുപടിയാണ് അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ ആണ്. ഇറ്റ് വാസ് വെരി ഇമോഷണൽ മൊമെൻ്റ് ആണ്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സൈലൻസ് പ്ലേയിങ് ദ പിയാനോ അഗെയിൻ ഗേവ് മീ ദ സ്ട്രെങ്ത് ടു ലിവ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് ജീവിക്കാനുള്ള ഒരു ഹോപ്പ് തന്നെ ഈ ഒരു പിയാനോ നൽകുന്നു എന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു സപ്പോസ് ഒരു ആൻസറോടെ കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിങ് ദ വാർ യു സഫേർഡ് ഹങ്ങർ, ഫിയർ ആൻഡ് ലോൺലിനെസ്, വാട്ട് കെപ്റ്റ് യു അലൈവ്? നമ്മുടെ ചാപ്റ്ററുമായിട്ട് അത്രയും കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ അത്രയും സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഹോപ്പ് ആൻഡ് മൈ ലവ് ഫോർ മ്യൂസിക്കിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ പ്രതീക്ഷകൾ. ഐ ബിലീവ്ഡ് ദാറ്റ് വൺ ഡേ പീസ് വുഡ് റിട്ടേൺ ആൻഡ് ഐ വുഡ് ബി ഏബിൾ ടു പ്ലേ അഗൈൻ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് തിരിച്ചു വരാൻ പറ്റും, അത് സെറ്റാക്കാൻ പറ്റും, വീണ്ടും ഈ ഒരു പിയാനോ വായിക്കാൻ പറ്റും. ആൻഡ് ഹോസ്റ്റ് പറയുന്നത്, താങ്ക് യു മിസ്റ്റർ സ്പിൽമാൻ ഫോർ ഷെയറിംഗ്. ഇത് ആകെ 2 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഈ പറയുന്ന റേഡിയോ പോഡ്കാസ്റ്റ് വരിക എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് ലാസ്റ്റ്. അപ്പോൾ ഡിയർ ലിസണേഴ്സ്, അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പോയിന്റ് പറയുകയാണ്, ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ഈവൺ ഇൻ ഡാർക്ക് ടൈംസ് കറേജ് ആൻഡ് ഹോപ്പ് ക്യാൻ ലൈറ്റ് അവർ വേ. അതായത് ഇതൊരു അതിൻ്റെ എന്താ പറയുക, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ലെസൺ ആണെന്ന് പറയാൻ പറ്റും. വളരെ മോശം സമയമാണെങ്കിലും നമുക്ക് അതിലൊരു സർവൈവ് ചെയ്യാനുള്ള ഒരു ഹോപ്പ് അതിലുണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് ഇൻസ്പയറിംഗ് ലൈഫ്സ്, താങ്ക് യു ഫോർ ലിസണിങ്. അപ്പോൾ അവിടെ എന്ത് കൊടുത്തു, കൺക്ലൂഷനും കൊടുത്തു, സൈനിങ് ഓഫ് കൊടുത്തു, എല്ലാം സെറ്റായി. ഇനി നമുക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഇതുപോലെ റേഡിയോ പോഡ്കാസ്റ്റ് വരിക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി നമ്മുടെ വോയിസ് ഓഫ് ചേഞ്ചസ് പ്രിപ്പയർ റേഡിയോ പോഡ്കാസ്റ്റിൻ്റെ
ബബ്ലു കെവാറ്റ്സ്, നമ്മുടെ അരുണാചലം മുരുകാനന്ദമില്ലേ, ഫിനിക്സ് റൈസസ് എന്നുള്ള ചാപ്റ്ററിലെ, അവരുമായിട്ട് ഒരു റേഡിയോ പോഡ്കാസ്റ്റ് നടത്തുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, എന്തൊക്കെയായിരിക്കും അവർ കോൺവെർസേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ഒരു ആൻസർ ചെയ്ത് നോക്കുക. ഇനി എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സിലെ ആ ഒരു ഓൾഡ് മാനുമായിട്ട് ഉണ്ടായേക്കാം. ഇൻ ദ അറ്റിക് നമ്മൾ ഓൾറെഡി ചെയ്തു. ആൻഡ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് അയൽ ഫ്ലൈയിൽ ശ്രീകാന്ത് ബോലെയുമായിട്ടുണ്ടാവാം. ഫിനിക് റൈസസിൽ എക്സാമ്പിളാണ് നമ്മൾ ഓൾറെഡി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വാറിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആണ്, പീസ് ഓഫ് സ്ട്രിങ്ങും എക്സ്പെക്റ്റബിൾ ആണ്. പിന്നെ ബിലൗഡ് ബോലസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് എക്സ്പെക്റ്റബിൾ ആണ്. അപ്പോൾ ഏതാണ് നിങ്ങൾ അടുത്ത വീഡിയോയിൽ ആരുമായിട്ടുള്ള ഒരു ഡിസ്കോഴ്സ്, അല്ലെങ്കിൽ ഏത് ഡിസ്കോഴ്സാണ് അല്ലെങ്കിൽ ഏത് പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഇനിയും ധാരാളം വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.